ഇപ്പം പിന്നെ നന്തപ്പന് വെള്ളം കൊടുക്കുവാണ്. 2 കൈ വെള്ളം കുടിച്ചു. പിന്നെ അതേ ഇത് കണ്ടോ, കളിയാ. തീറ്റയൊന്നും വേണ്ട, ഫുള്ള് കളിയാ. ഇന്നലെ ഞങ്ങളെല്ലാവരും പറപ്പിച്ചു. പിടിച്ചാണ്ടൊക്കെ ഇന്നലെ ഓടുമായിരുന്നു. എന്നെയൊക്കെ 100 മീറ്റർ പോലും അങ്ങനെ കാണാൻ പറ്റത്തില്ല, ഓടി. ഓടുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിക്കുക. ഈ നന്തൂട്ടൻ എല്ലാവരും വിളിച്ച് എല്ലാവരും കൊടുത്ത് ഭയങ്കര ഓമനത്വമാണ്. പുള്ളിയുടെ കയ്യിൽ ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, ആള് വേറെ ലെവലാ. പിടിച്ചാണ്ട് അവിടെ വിളിക്കുന്നുണ്ട്, അതിൽ മൈൻഡൊന്നുമില്ല. പുള്ളി അവിടെ കളിച്ചോണ്ടിരിക്കുക. പുള്ളി ഫുള്ള് കളിയാ. വെള്ളം വേണ്ടെന്ന് തോന്നുന്നു. വെള്ളം വേണ്ടെന്നാ പറയുന്നത്, വേണ്ടെന്ന്. ഓടിക്കാനുള്ള ഇതാന്ന് തോന്നുന്നു. വെള്ളം വേണ്ട. കുടിച്ചില്ല, ചുമ്മാ കളയുക. കുടിക്കാനൊന്നുമല്ല, ചുമ്മാ കളയാൻ വേണ്ടിയാ. അടവാ. കറി മാറ്റെല്ലാം മാറ്റി. ചെളി ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചെളി ആയി കഴിയുമ്പോൾ ആന രാത്രി മണ്ണ് വാരിയിട്ട് കളിച്ചോളും. മണ്ണ് വാരിയിടുന്നത് നല്ലതാണ്. അപ്പം ആന ഇങ്ങനെ കളിച്ചോളും. ഇതല്ലേ ഇന്ന് മൊത്തം പുള്ളിക്ക് തീറ്റയൊന്നും വേണ്ട. ഇന്ന് മൊത്തം പുള്ളി കളിയാ. ഇങ്ങനെ ആടി ഇങ്ങനെ നിൽക്കുക. ഇവിടെ ദേഷ്യം കാണിക്കുന്നുണ്ടോ പുള്ളി? ഇപ്പം ഒരു സൂത്രം കാണിക്കാൻ വേണേ. ഇപ്പം അതേ ബിനിച്ചാണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ബിനിച്ചാണ്ട് അവിടെ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. നന്തപ്പനിലേക്കുള്ള മാറ്റമാണ്. കണ്ടോ അതേ ചങ്ങല എടുക്കുവാണ്. ദേഷ്യം കയറെ പിടിക്കുക, പൊട്ടിക്കാൻ നോക്കുക. നന്തപ്പൻ എന്ന് പറയുമ്പോ ആൾക്കാർക്കൊക്കെ പാവല്ലേ, നന്ദുട്ടനല്ലേ. അവനെ കൊഞ്ചിക്കണം ഇങ്ങനെ. നന്ദുട്ടനെ നിങ്ങൾ തല്ലരുത്, നന്ദുട്ടനെ നിങ്ങൾ മിഠായി കൊടുക്കണം, നന്ദുട്ടനെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി. സ്നേഹിച്ചാൽ നന്ദുട്ടൻ അങ്ങനെ ഞങ്ങൾ ഓടി വരും എന്നൊക്കെ പറയില്ലേ. ലഡു കൊടുത്താൽ മതി, ജിലേബി കൊടുത്താൽ മതി, ജിലേബി കൊടുക്കണമെന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ലഡു ജിലേബി എല്ലാം വാങ്ങി തിന്നിട്ട് പൊക്കോളാൻ പറയും. ഒരൊറ്റ ഓടിയില്ല. ഇപ്പൊ ബിനിച്ചേട്ടൻ കയറെ പിടിച്ച് വലിക്കാൻ ഇപ്പൊ കണ്ടോണം. ഓടിക്കാനുള്ള ഒരു പമ്മലായി കാണിക്കുന്നത്. ഓടിച്ചില്ല. ചങ്ങല പിടിക്കുമ്പോ നോക്കണം. പിടിച്ചാണ് ഇങ്ങോട്ട് പിടിക്കുമ്പോ ആന അങ്ങോട്ട് പിടിക്കും. എന്ത് കാണിക്കാനത് കാണിച്ചേ? ഞാൻ വെറുതെ പറഞ്ഞാടാ, ചുമ്മാ വെറുതെ. അതെ, എല്ലാം അടിച്ചു പൊട്ടിക്ക. ചങ്ങലയൊക്കെ എടുത്ത് റോപ്പും ഒക്കെ എടുത്ത ചുമ്മാ വെറുതെ പറഞ്ഞാ. നന്ദുട്ടന് ലഡു കൊടുക്കൂ, നന്ദുട്ടന് ജിലേബി കൊടുക്കൂ. നന്ദുട്ടൻ ഒന്നും ചെയ്യില്ല. നന്ദുട്ടൻ പാവാണ്. നന്ദുട്ടനെ നിങ്ങൾ പിന്നെ നല്ല നോക്കിയാൽ മതി. ചങ്ങല അഴിച്ചു വിടൂ. ചങ്ങല കെട്ടിയിടല്ലേ, ചങ്ങല അഴിച്ചു വിടൂ. നിങ്ങൾ ചങ്ങല അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വീടും ഈ പ്രദേശമൊന്നും ഉണ്ടാവില്ല. അല്ല, എല്ലാവർക്കും ഒന്നും മനസ്സിലാവണ്ടേ. അപ്പം ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാതിരിക്കുക. ആനകളെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ആനക്കാർ കൈകാര്യം ചെയ്തോളൂ. എന്നായാലും കാട്ടി കിടക്കുന്ന
അതെ സാധനം ജീവിയാണ്. അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. എന്നാൽ ഇതൊരു 3-4 ദിവസമുള്ളൂ. ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് നമ്മളെന്തെങ്കിലും ഇതാക്കിയോ? ഇത്രയും നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കടത്തി കഴുകുക, ബിരിച്ചാടിനെ ഞങ്ങളുടെ താറി വൃത്തിയാക്കല്ലേ ചെയ്യണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒലിവ് നിന്നു. അപ്പം നമ്മൾ അഴിച്ച് കഴുകി നിർത്തുന്നു. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ വീണ്ടും ഒലിക്കുന്നു. അപ്പം ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒലിക്കണോണ്ട് ഇതിപ്പോൾ എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒലിവ് തീർന്നിട്ടുണ്ട്. എന്നെ ഓടിച്ച സ്ഥിതിക്ക് എന്നെ ഓടിക്കാന്ന് പറഞ്ഞാൽ വറ്റൊലിവിൽ ആനക്കാരനെ ആന ഓടിക്കണം. വിശ്വാസമുള്ള ആനയാണെങ്കിലും എത്ര ഇതുള്ള ആനയാണെങ്കിലും ആന നമ്മളെ ഓടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ ഒന്നേന്നൊട്ട് കൈകാര്യം ചെയ്യുള്ളൂ. അതല്ലാതെ അതിനെ നമ്മൾ പിന്നെ ആന നമ്മളോട് ചാർജിങ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അഴിച്ചു വിടുകയും ചെയ്യും, അത് കൊല്ലുകയും ചെയ്യും. മനസ്സിലായ? അപ്പോൾ എനിക്ക് ആനക്കാരോട് പറയാനുള്ളതാണ്, നമ്മളിപ്പം 20 വർഷം പണിയെടുത്താലും 10 വർഷം പണിയെടുത്താലും നമ്മളെന്നും ഫസ്റ്റ് സീസൺ അഴിക്കുമ്പോൾ അതിനെ ഫസ്റ്റ് പുതിയൊരു ആനയാണ്, ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കും. പിന്നെ ചങ്ങലേമ കെട്ടിയിടുമ്പോൾ നമുക്ക് സ്നേഹം കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ ആനേനെ പൊന്നായിരിക്കാം, ഇതാക്കുക. അപ്പോൾ ചങ്ങലയിലേ കിടക്കണം. പക്ഷെ അഴിച്ചു വിട്ടാൽ കളി അതല്ല. അപ്പം നന്ദുട്ടന് കുറച്ച് ചേച്ചിമാരാട്ടാ കൂടുതൽ. അയ്യോ നന്ദു മോനെ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത്, നന്ദു മോനെ നിങ്ങൾ അങ്ങനെ ചേരുന്ന പറഞ്ഞാൽ എങ്ങനെ നോക്കണ ആനയുമ്പോൾ ഇപ്പൊ ദേഷ്യമായിട്ട് നിൽക്കുക പുള്ളി. ഫുള്ള് കലിപ്പിട്ട 4 ദിവസം അല്ലെങ്കിൽ പോയാൽ 5 ദിവസം. ഇപ്പൊ കൈ കിട്ടി കൈ കിട്ടി കഴിഞ്ഞാൽ ശവം പോലും വീട്ടിലേക്ക് എല്ലാം ഒന്നും കിട്ടും. ഒരു വർഷത്തിൽ ഈ 5 ദിവസവും പിന്നെ ഇതിനെ അഴിച്ച 1 മാസം ആനേനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വെറുതെ ചങ്ങലും ഇല്ലാണ്ട കഴിച്ചൊക്കെ വിട്ട പൂരടി അങ്ങനത്തെ സാധനം കണ്ടോ? അത് ദേഷ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന ദേഷ്യം വന്നിട്ടാ ഇങ്ങനെ തല പെരുക്കുന്ന. വെള്ളം മര്യാദയ്ക്ക് കുടിക്കില്ല, ഒന്നും വേണ്ട. വാഴപ്പിണ്ടിയൊക്കെ വെട്ടിയിട്ട് കൊടുത്താൽ അതേപോലെ കിടക്കുന്നു. ഒന്നും വേണ്ട. പുള്ളി ദേഷ്യമാണ്. പിടിച്ചാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടോണേ, പുള്ളി കാലെടുത്ത് വെക്കുന്നുണ്ട്. ഓടിക്കാനുള്ള ഒരിതാ. ഓടിക്കും. ആ ഓടിച്ചില്ല. സ്റ്റെപ്പ് വെക്കുന്നുണ്ട് പുള്ളി. ഓടിക്കാനാ? ആ കണ്ടു. ന്യൂട്രായിട്ട് പോവാ ഓടിക്കാൻ. പതുക്കെ പിച്ച വെച്ച് പോവാ. ആ നിങ്ങളുടെ ലഡുവും ജിലേബി ഒന്നും നമുക്ക് വേണ്ട. അല്ല ചെടു ജിലേബി കൊടുക്കണത് വാശി പിടിക്കണവരൊക്കെ വിളിക്കും. ഇപ്പൊ കൊടുക്കാൻ പറ്റിയ സമയമാ. ഫ്രീ ആയിട്ട് പോവാം. അല്ലാട്ടാ വേറെ വഴക്കോണ്ട് പറയണതല്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. നിങ്ങൾ വിചാരിക്കുന്നതല്ല, കാട്ടിലെ വന്യമൃഗമാണ്. വന്യമൃഗങ്ങളെ ഒരിക്കലും നമുക്ക് ഇണക്കി വളർത്താൻ പറ്റില്ല. പക്ഷെ അവർ നമ്മളോട് ഇണങ്ങും. അത് നമുക്ക് പിന്നെ തല്ലി കൊണ്ടു നടക്കണവർക്ക് തല്ലി കൊണ്ടു നടക്കാം, അല്ലാത്തവർക്ക് കൊണ്ടു നടക്കാം. പിന്നെ അയ്യോത്തെ ചെളിയിൽ നിൽക്കണ അതെന്താ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണമെന്നൊന്നും ആരും വന്ന് പറയണ്ട കേട്ടോ. കാരണം നീര് കെട്ടി നീരഴിച്ച് ഇതിൻ്റെ അട്ടയിൽ അവിടെ ചെന്ന് പെരുമാറാനൊന്നും പറ്റില്ല. അത് ചവിട്ടി കൂട്ടി പള്ളയെ കളയും. പിന്നെ ചെളി ഇട്ട് കൊടുക്കണതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ ചെളിയൊക്കെ വാരി അവർ മേത്തേക്ക് ഇട്ട് അവരുടെ ശരീരത്തേക്ക് ആ ചെളിയൊക്കെ വാരി കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒന്നൊരു പ്രൊട്ടക്റ്റാണത്. അതായത് അവരുടെ സ്കിന്നിന് എവിടെയെങ്കിലും വല്ല ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കിന്ന് ക്ലിയർ ആയി കിട്ടും. ആ തൊലി ഉണങ്ങി പൊളിയനോട് കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ കഴിയുന്നോട് കൂടുതൽ അതിൻ്റെ ആ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അതിനാണ് ആന കാട്ടിലാണെങ്കിലും ചെളി വാരി ഇടുന്നതും ചെളി വാരി തിന്നുന്നതും ഒക്കെ. അപ്പോൾ ആ ചെളി വാരി ഇടാനുള്ളൊരു അന്തരീക്ഷമാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ആ ചെളി ഇഷ്ടമുണ്ടെങ്കിൽ വാരി ഇടാം, അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ ആളുടെ ഇഷ്ടം. സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും പൊട്ടില്ല. നീ അതൊക്കെ എടുത്തിട്ട് എന്തിനാ ഇതൊക്കെ കാണിക്കണേ?